ഒരു നടൻ എന്ന നിലയിൽ സ്വല്പം കുഴപ്പം പിടിച്ച ഗ്രേ സ്പേസിൽ നിൽക്കുന്ന റിലേഷൻഷിപ്പ് ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകൾ ആസിഫ് അലി ഇതിനു മുന്നേയും ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കക്ഷി അമ്മിണിപ്പിള്ളയായാലും കെട്ടിയോളാണെൻ്റെ മാലാഖി ആയാലും ഈ സിനിമകളുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുണ്ടായിരുന്നവർ അത് പ്രകടിപ്പിച്ചതിലൂടെ അതിനെ ചുറ്റിപ്പറ്റി ചർച്ചകൾ നടന്നിരുന്നു. ആസിഫ് അലി നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ആഭ്യന്തര കുറ്റവാളി പുറമേ നിന്ന് നോക്കുമ്പോൾ മറ്റൊരു ഗ്രേ ടോപ്പിക് ആണെന്ന് തോന്നും. സേതുനാഥ് പത്മകുമാർ സംവിധാനം ചെയ്തിട്ടുള്ള ഈ സിനിമ IPC 498A എന്ന വകുപ്പിനെ ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ കക്ഷി അമ്മിണിപ്പിള്ളയെ പോലെയോ കെട്ടിയോളാണെൻ്റെ മാലാഖയെ പോലെയോ രണ്ടു വശവും കേൾക്കാനുള്ള ഒരു മനസാന്നിധ്യം ഈ സിനിമയ്ക്കില്ല. അതുകൊണ്ട് തന്നെ വെറും ആൺ സദസ്സിലിരുന്ന് പെണ്ണുങ്ങളെ കുറ്റം പറയുന്നത് പോലത്തെ ഒരു പ്രതീതിയാണ് ഈ സിനിമ കാണുമ്പോൾ ഉണ്ടാകുന്നത്. സഹദേവനാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രം. നയന എന്ന പെൺകുട്ടിയെയാണ് സഹദേവൻ കല്യാണം കഴിച്ചത്. 10 ദിവസത്തെ ദാമ്പത്യത്തിനു ശേഷം നയന പൊടുന്നനെ സ്വന്തം അച്ഛൻ്റെ കൂടെ അവളുടെ വീട്ടിലേക്ക് പോകുന്നു. കാര്യമെന്തെന്നറിയാതെ നിൽക്കുന്ന സഹദേവന് കുറച്ചു ദിവസം കഴിയുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ ലഭിക്കുകയാണ്. അയാൾക്കെതിരെ ഡൊമസ്റ്റിക് അബ്യൂസ് അടക്കം കേസുകൾ ചാർജ് ചെയ്യപ്പെട്ടതായിട്ട് അയാൾ അറിയുന്നു. ഇതിലേക്ക് നയിച്ച സാഹചര്യവും ആ സാഹചര്യത്തെ സഹദേവൻ എങ്ങനെ നേരിടുന്നു എന്നതുമാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ഈ സിനിമയിൽ പ്രതിപാദിക്കുന്ന വിഷയം തീർച്ചയായും പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. സ്ത്രീകൾക്ക് നിയമം നൽകുന്ന മുൻഗണനകൾ കാരണം കള്ളക്കേസുകളിൽ പെട്ടുപോയ പുരുഷന്മാരുടെ കഥ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. സേതുനാഥ് പത്മകുമാർ ഒരുക്കിയിട്ടുള്ള ഈ സിനിമയുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളരെ ഇടുങ്ങിയ ഒരു മൈൻഡ് സ്പേസിൽ നിന്നാണ് ഈ സിനിമ വളരെ സെൻസിറ്റീവായ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നത്. ചില ആളുകൾ സംവരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, അതായത് ഞാൻ അറിയുന്ന പിന്നോക്ക സമുദായക്കാരനെല്ലാം നല്ല നിലയിലാണ്, അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ സംവരണമൊന്നും വേണ്ട. അതേ ഒരു മൈൻഡ് സെറ്റ് ഉപയോഗിച്ച് 498A ദുരുപയോഗത്തെക്കുറിച്ച് പറയാനാണ് ഈ സിനിമ ശ്രമിക്കുന്നത്. കഥയ്ക്ക് ബലം കൂട്ടാൻ വേണ്ടി സംവിധായകൻ എഴുതി ചേർത്തിട്ടുള്ള എല്ലാ സബ് പ്ലോട്ടുകളിലും പണത്തിന് വേണ്ടി ഭർത്താവിനെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരെ ദ്രോഹിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടാകും. ഇത്തരത്തിലുള്ള ചർച്ച ചെയ്യപ്പെടേണ്ട എന്നാൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ സിനിമ ഇറങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ നിലവാരം അളക്കുന്നത് സംവിധായകൻ്റെ കാഴ്ചപ്പാടിനെ നോക്കിയിട്ടാണ്. സ്പോയിലർ അലേർട്ട്, ഇനി അങ്ങോട്ടുള്ള റിവ്യൂവിൽ ഈ സിനിമയിലെ 4-5 കഥാപാത്രങ്ങളെക്കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കഥാപാത്രം നമ്മുടെ നായകൻ്റെ ഭാര്യ നയനയാണ്. കാര്യകാരണം ഒന്നും വ്യക്തമായി പറയാതെ വിവാഹമോചനം ആവശ്യപ്പെട്ട വ്യക്തിയാണ് നയന. പിന്നെ ഇതിലൊരു മുസ്ലിം ദമ്പതികളുണ്ട്. സ്വന്തം മകനെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ പെൺകുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു. പക്ഷേ അകാലത്തിൽ മകൻ മരണപ്പെട്ടപ്പോൾ ഈ മരുമകൾ വീടും സ്വത്തും വേണമെന്ന് പറഞ്ഞ് ഈ ഉമ്മയെയും ബാപ്പയെയും കോടതി കയറ്റി. പിന്നെയുള്ളത് അച്ഛൻ ഭ്രാന്തനാണെന്ന് പറഞ്ഞ് മകളുടെ മനസ്സിൽ അച്ഛനെക്കുറിച്ച് പേടി പരത്തിയ ഒരു സ്ത്രീയാണ്. പിന്നെ നായകൻ്റെ സുഹൃത്ത് പെണ്ണ് കാണാൻ പോകുന്ന ഒരു കുട്ടിയുണ്ട്. അവൾക്ക് നായകൻ്റെ സുഹൃത്തിൻ്റെ സാമ്പത്തിക പശ്ചാത്തലം മാത്രം അറിഞ്ഞാൽ മതി. ഇങ്ങനെ സേതുനാഥ് പത്മകുമാർ എഴുതി ചേർത്തിട്ടുള്ള ഏറെക്കുറെ എല്ലാ കഥാപാത്രങ്ങളും മുതലെടുക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. ഇതിൽ പലതിൻ്റെയും റോൾ റിവേഴ്സ് ആക്കിയിട്ടുള്ള സംഗതികൾ യഥാർത്ഥ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. ഈ സിനിമയിൽ സഹദേവനെ സഹായിക്കുന്ന, വേണമെങ്കിൽ നായിക എന്ന് തന്നെ പറയാവുന്ന ഒരു വക്കീൽ കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തെയും കേസ് വാദിക്കാൻ കഴിവില്ലാത്ത, ലൈസൻസ് ഉണ്ടായിട്ടും ഡ്രൈവ് ചെയ്യാൻ അറിയാത്ത ആളായിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ അടുത്തായിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ആസിഫ് അലിയുടെ കണ്ണുകൾ അദ്ദേഹത്തെ എത്രത്തോളം അഭിനയിക്കുന്നതിൽ സഹായിക്കുന്നുണ്ട് എന്നത്. ഇവിടെയും സഹദേവന്റെ നിസ്സഹായാവസ്ഥ നമ്മൾക്ക് കാണിച്ചു തരുന്നതിൽ ആ കണ്ണുകൾ അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. നിസ്സഹായാവസ്ഥ നല്ല രീതിയിൽ ശരീരഭാഷയിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ടെങ്കിലും സേതുനാഥ് പത്മകുമാർ ആസിഫ് അലിയെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ നീണ്ടു പോകുന്ന ഡയലോഗുകൾ കോടതി മുറിക്കുള്ളിൽ വെച്ച് പറയിപ്പിക്കുന്നുണ്ട്. ആ ഭാഗത്ത് ആസിഫ് അലി ഡയലോഗ് ഡെലിവറിയെക്കുറിച്ച് കുറച്ചധികം കോഷ്യസ് ആകുന്നുണ്ട്. നയന എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച തുളസിക്ക് കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യാനില്ല. ഇടയ്ക്ക് ഡയലോഗ് പറയുമ്പോൾ വല്ലാതെ ഉറക്കെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ കരുതി ഇനി നായികയ്ക്ക് ചെവി കേൾക്കില്ല എന്നത് കുറച്ച് കഴിഞ്ഞ് വല്ല ട്വിസ്റ്റുമായിട്ട് വരുമെന്ന്. ആനന്ദ് മന്മഥനും അസീസ് നെടുമങ്ങാടുമാണ് നായകൻ്റെ സുഹൃത്തുക്കളുടെ വേഷത്തിൽ വന്നിട്ടുള്ളത്. ഒരാവശ്യവുമില്ലാത്ത കുറേ കോമഡി സീനുകൾ ഇവരെ രണ്ടുപേരെയും ഉപയോഗിച്ച് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട്. പവി കെയർടേക്കറിൽ ഉണ്ടായിരുന്ന രുക്മിണി ഇതിൽ മറ്റൊരു നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. സാമാന്യം നല്ല രീതിയിൽ തന്നെ അവരവരുടെ റോൾ ചെയ്തു. നയനയുടെ അഡ്വക്കേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ജഗദീഷാണ്. ആ കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നായകനെ അടപടലം പൂട്ടാൻ പോകുന്ന ഒരു ഭയങ്കരം വക്കീലായിരിക്കും ആ കഥാപാത്രം എന്ന്. പക്ഷേ ബേസിക് റിസർച്ച് പോലും നടത്താതെ നായകന് കേസ് എളുപ്പം ജയിക്കാൻ പാകത്തിനാക്കി കൊടുത്തൊരു വക്കീലായിട്ടാണ് ആ കഥാപാത്രം മാറുന്നത്. നീരജ രാജേന്ദ്രനും ബാലചന്ദ്രൻ ചുള്ളിക്കാടുമാണ് സഹദേവന്റെ മാതാപിതാക്കളുടെ റോൾ ചെയ്തിട്ടുള്ളത്. സിദ്ധാർത്ഥ് ഭരതൻ, ഹരിശ്രീ അശോകൻ, വിജയകുമാർ ഇവരൊക്കെയാണ് മറ്റ് പ്രധാന താരങ്ങൾ. സംസാരിക്കപ്പെടേണ്ട ഒരു വിഷയത്തെ മോശമായി അവതരിപ്പിച്ച് ആ ഒരു അവസരം നശിപ്പിച്ചതുപോലെയാണ് എനിക്ക് ആഭ്യന്തര കുറ്റവാളി കണ്ടപ്പോൾ തോന്നിയത്. സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നിയമത്തെ അവരിൽ ഒരു വിഭാഗം ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു നല്ല ചർച്ച ക്രിയേറ്റ് ചെയ്യാൻ ഈ സിനിമയ്ക്ക് സാധിക്കുമായിരുന്നു. പക്ഷെ തീർത്തും ഏകപക്ഷീയമായ രീതിയിൽ അവതരിപ്പിച്ച ഒരു കരച്ചിൽ പോലെയാണ് ഈ സിനിമയുടെ തിരക്കഥ വരുന്നത്. നായിക തേച്ചിട്ട് പോയാൽ കള്ളു വാങ്ങിക്കൊടുത്ത് പോട്ടളിയ, ഈ ലോകത്തെ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന കുറേ സീനുകൾ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടില്ലേ? അങ്ങനത്തെ സൈസ് ഒരു ആശ്വാസമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പറ്റിയൊരു സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്